നമ്മുടെ മനസ്സും ബുദ്ധിയും സൂക്ഷ്മത കൈവരിക്കുമ്പോൾ പ്രപഞ്ചവും ദൈവവും നമ്മളോട് സംവേദിക്കുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. രസകരമായൊരു സംഭവം പറയാം. തയ്യൽ മെഷീൻ കണ്ടുപിടിച്ച ഏലിയാസ് ഹോവ് അതിനായുള്ള പ്രയത്നങ്ങൾ നടത്തിയിരുന്ന കാലത്തിൽ ഒരു ആശയക്കുഴപ്പം നേരിട്ടു. കൈകൊണ്ട് തുന്നുന്ന ആ സൂചിയെ മെഷീൻ കൊണ്ട് പിടിപ്പിച്ച് തുന്നിക്കുക എന്ന ആശയം നടപ്പിലാവാത്തതിനാൽ നിരാശനായി അദ്ദേഹം അന്ന് ഉറങ്ങി. ഉറക്കത്തിൽ വിചിത്രമായൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ കുറേ ആദിവാസികൾ അദ്ദേഹത്തെ പിടിച്ചു കെട്ടിയിട്ട് കൂർത്ത കുന്തങ്ങൾ കൊണ്ട് ചുറ്റും നിന്ന് ആർപ്പുവിളിയോടെ കുത്തി നോവിക്കുകയായിരുന്നു. സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന അദ്ദേഹം ആ സ്വപ്നത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കി. അവർ കുത്തിയിരുന്ന കുന്തത്തിന്റെ കൂർത്ത അഗ്രങ്ങളിൽ ദ്വാരങ്ങളുണ്ടായിരുന്നു. ആ ദ്വാരങ്ങളിൽ കാട്ടുവള്ളികൾ കോർത്തിട്ടുമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ പുതിയൊരാശയം മിന്നിമറിഞ്ഞു. തയ്യൽ മെഷീന്റെ സൂചിക്ക് കൂർത്ത അഗ്രത്ത് തന്നെ ദ്വാരമിട്ടാൽ സംഗതി വിജയിക്കുമെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അങ്ങനെ ആ സ്വപ്നം ഒരു പുതിയ കണ്ടെത്തലിന് കാരണമായി. നിങ്ങൾക്കിതൊരു സ്വാഭാവികമായ സ്വപ്നം കാണലായി തോന്നുന്നുണ്ടോ? അതോ മനുഷ്യന്റെ ഇച്ഛാശക്തിക്കനുസരിച്ച് സാഹചര്യങ്ങളോ ആശയങ്ങളോ ഉരുത്തിരിയാത്ത സാഹചര്യത്തിൽ ആ സതുദ്യമത്തിനായി പ്രപഞ്ചത്തിന്റെ മഹാമനസ് അദ്ദേഹത്തിന് ഒരു ഉൾവിളി സമ്മാനിച്ചതാണെന്ന് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ? എന്തായാലും ലോകത്തിലെ ഏറ്റവും ക്രിയാത്മകമായ സ്വപ്നം എന്ന ബഹുമതിക്ക് അർഹമാണ് ആ സ്വപ്നം. നമ്മുടെ ബോധമനസ്സിനേക്കാൾ സൂക്ഷ്മമാണ് ഉപബോധ മനസ്സ്. അത് നിഷ്കളങ്കവുമാണ്. അതിനാൽ ആദ്യ ചിന്തയിൽ അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളും ഉപബോധ മനസ്സ് ഏറ്റെടുത്താൽ സാധ്യമായി തീരുക തന്നെ ചെയ്യും. എന്നാൽ ഉപബോധ മനസ്സൊരു കാര്യം ഏറ്റെടുക്കണമെങ്കിൽ 100% താല്പര്യവും പ്രയത്നവും ഒരു കാര്യത്തിൽ ആവശ്യമാണ്. ചില ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പ് അവിടെ നിന്ന് മാറിപ്പോകാൻ ഉൾവിളി ലഭിച്ചതിനാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട്. ചിലർ തൻ്റെ മരണദിവസവും സമയവും പോലും നേരത്തെ പ്രവചിച്ചിട്ടുണ്ട്. എല്ലായ്പ്പോഴും ഇത് ശരിയായി വരാറില്ലെങ്കിലും ഒരു പരിധിവരെയൊക്കെ ചില ഉൾവിളികൾ നമുക്ക് മാർഗദർശനം നൽകാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെ ഉൾവിളികൾ നമ്മൾ പോലും ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് സത്യം. സദാ ബഹിർമുഖമായി എല്ലാ ഇന്ദ്രിയങ്ങളും പുറത്തേക്ക് തിരിച്ചുവെച്ചുകൊണ്ട് ഇന്ദ്രിയ രസങ്ങളിൽ മുഴുകി ജീവിക്കുന്നതിനിടെ ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു, അല്ലേ? ദേവതകൾ നടക്കാൻ മടിക്കുന്ന വഴിയിലൂടെ അസുരന്മാർ ഓടി നടക്കും എന്ന പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? അതെന്തുകൊണ്ടാണ് ദേവതകൾ മടിക്കുന്നതെന്നാൽ അവർ ഉൾവിളികളെ മാനിക്കുന്നതുകൊണ്ടാണ്. ആയിരക്കണക്കിന് ചിന്തകൾ കുത്തിത്തിരികി മനസ്സിനെ ഭാരിച്ചതാക്കുമ്പോൾ ഇത്തരം ഉൾവിളികൾക്ക് ബഹിർഗമിക്കുവാൻ സാധ്യമല്ല. അതിനാൽ മനസ്സിലും ബുദ്ധിയിലും അല്പം സ്ഥലമൊരുക്കൂ. അവിടെ പ്രപഞ്ച മഹാശക്തിയുടെ സഹായഹസ്തങ്ങൾ തരംഗങ്ങളായി വന്നെത്തുന്നത് അനുഭവിക്കുവാനാകും. ദഹനം എളുപ്പത്തിലാകണമെങ്കിൽ ആമാശയത്തിൽ അല്പം സ്ഥലം കാലിയാക്കി വെക്കണമെന്ന് വൈദ്യന്മാർ പറയാറുള്ളതുപോലെ വൈദ്യനാഥനായ ഭഗവാൻ പറയുന്നു, മക്കളെ, മനസ്സും ബുദ്ധിയും ശാന്തമാകട്ടെ, ഈശ്വരോന്മുഖമാകട്ടെ, അവിടെ അല്പം സ്ഥലം കാലിയായിരിക്കട്ടെ. അപ്പോൾ ഈശ്വരൻ ജീവിതരഥത്തെ നയിക്കുന്നത് അനുഭവിക്കുവാൻ സാധിക്കും. സദാ ബഹിർമുഖമായി സുഖവൈവിധ്യങ്ങളെ തേടി അലയുന്ന മനോബുദ്ധികൾ അന്തർമുഖമായി വിശ്രമിക്കുമ്പോൾ ജീവിതത്തിൽ പുതിയ പാതകൾ തുറക്കപ്പെടും. സമാധാനത്തിൻ്റെ ശുദ്ധതരംഗങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ തെളിഞ്ഞ ജലത്തിൻ്റെ അടിത്തട്ട് വ്യക്തമായി കാണുന്ന പോലെ ദിവ്യമായ ഉൾവിളികൾ തെളിയപ്പെടും. ജീവിതമെന്ന അപരിചിതമായ പാതയിലൂടെ പരിചയസമ്പന്നനായ ഒരു വഴികാട്ടി നിങ്ങളെ കൈപിടിച്ച് നടത്തുന്നതുപോലെ ഒരനുഭവമുണ്ടാകും. അനുഭവം തന്നെയല്ലേ യഥാർത്ഥ ഗുരു?